തൃശൂർ എടപ്പാളിൽ കെഎസ്ആർടിസി ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് ആലൂർ സ്വദേശി ഷിനു. കോഴിക്കോട് താമരശ്ശേരിയിൽ കർഷകനു നേരെ കുരങ്ങിന്റെ ആക്രമണം. കർഷകനെ കുരങ്ങ് കരിക്കെടുത്ത് എറിഞ്ഞു. ഏറുകൊണ്ട കർഷകന് സാരമായി പരിക്ക്. പരിക്കേറ്റത് കട്ടിപ്പാറ സ്വദേശി രാജു ജോണിന്. ആലപ്പുഴ വീയംപുരത്ത് കുടിവെള്ളം ലഭിക്കാത്തതിൽ പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. കേരള കെട്ടിടത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് എറണാകുളം പറവൂരിൽ തുടക്കമായി. സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എസ് വേണുരാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. ചടങ്ങ് മണലൂർ മുൻ എംഎൽഎ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കിഴത്തിരി ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ ദേശീയ ആയുർവേദ ദിന വാരാഘോഷം നടന്നു. സമാപന സമ്മേളനം രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ സ്വാഗത സംഘം രൂപീകരിച്ചു. രൂപീകരണ യോഗം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വിശ്വഭാരതി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചു. കേരള ലക്ഷദ്വീപ് റീജിയണൽ ഡയറക്ടർ മഹേഷ് ഡി ധർമാധികാരി ഉദ്ഘാടനം ചെയ്തു. കൈത്തറി വ്യവസായം, മൺപാത്ര നിർമ്മാണം തുടങ്ങി നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആലപ്പുഴ തലവടി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കുറ്റിപ്പുറം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം. ചലച്ചിത്ര താരം ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.